ഞാനൊരു ഡൈമേ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചു. കിട്ടിയതാ വെള്ളയപ്പവും ചായ. യൂട്യൂബ് ചാനൽ പൗഡർ വേറെ ഒന്നും നമ്മ ഫേസിൽ നന്ദുവിന്റെ ഫാൻസി വീഡിയോയിൽ കമന്റ് ചെയ്യണേ. വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് മതിൽ ചടന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചു. 9 മണി അല്ലെങ്കിൽ 10 മണി 11 മണി അങ്ങനെ ആകുമ്പോൾ എണീക്കൽ. അപ്പോൾ ഞാനൊരു ഡൈമേ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം എന്ന് വെച്ചാൽ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ 11 മണി ഉച്ചയെല്ലാം ആകുമ്പോൾ എണീക്കുക. അപ്പോൾ കുറച്ച് കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഡൈമേ ലൈഫ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് റീൽസ് വീഡിയോസ് എടുക്കാനുണ്ട്. അത് സൺഡേ ആയതുകൊണ്ട് അനിയനാണ് വീഡിയോസ് എൻ്റെ ഇതെല്ലാം എടുത്തു തരാറ്. അപ്പോൾ അവന് സ്കൂളിൽ പോകാൻ തുടങ്ങിയ പിന്നെ അങ്ങനെ എടുക്കാൻ പറ്റലില്ല. അതുകൊണ്ട് സൺഡേ അങ്ങനെയല്ലേ എടുക്കാൻ പറ്റൂ. അപ്പോൾ ഇന്ന് ഏതായാലും എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഉറങ്ങി എണീച്ചതേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് പോയി ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായിട്ട് അപ്പോൾ വരാം. ഓക്കേ നൈസ്. അപ്പോൾ ഞാൻ ബ്രഷൊക്കെ ചെയ്തു, ഇനി ചായ കുടിക്കണം. അപ്പോൾ അനിയൻ വീഡിയോ എടുത്തരുന്നില്ല ഇതിലല്ലേ ഞാൻ ഇന്ന് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തത്. അപ്പോഴത്തേക്ക് ഓന് കളിക്കാൻ പോകണം, എന്തോ മാച്ചായിട്ടുണ്ടോ. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും വിളിക്കണം. അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടേതാ വെള്ളയപ്പവും ചായ. അപ്പോൾ ഞാൻ പോയി കുടിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് ചായയൊക്കെ കുടിച്ചതാ ഇരിക്കുന്നുണ്ട്. അപ്പം എന്താ ഇനി കുറച്ച് പണിയുണ്ട്. പണി മീൻസ് റൂമൊന്ന് വൃത്തിയാക്കണം, പിന്നെ അടിച്ച് വാരി ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അമ്മ രാവിലെ എല്ലാം ഫുഡൊക്കെ ആക്കിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അമ്മ തന്നെ ഞാൻ ഹെൽപ്പൊന്നും ആക്കാറില്ല. അപ്പോൾ പണിയൊക്കെ തീർത്തിട്ട് നോക്കട്ടെ. മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് എണീച്ചപാട് മഴ ഉണ്ടായിട്ടില്ല. എന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്നെല്ലാം പറഞ്ഞു. കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പോയിട്ട് പണിയൊക്കെ തീർത്തിട്ട് വേഗം വരാം. എന്നാ പരിപാടി? യൂട്യൂബ് ചാനൽ എന്ത് ഇങ്ങനെ യൂട്യൂബ് ആക്കല് അതറിയില്ല. പിന്നെ നന്ദുട്ടൻ, ഇത് കണ്ണപ്പൻ. ഞാൻ ആപ്പൻ്റെ അടുത്തേക്ക് പോകുന്നേ. ഒരു പാൻ്റ് എടുക്കാനുണ്ടായിരുന്നു എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എടുത്തിട്ട് വരാം. എടാ ഇങ്ങോട്ട് നോക്ക്, എന്നാണെന്ന് അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കോട്ടും ഉള്ളിലൊരു ടാൻ ടോപ്പുണ്ട്, ബ്ലാക്ക് പാൻറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം റെഡി ആവട്ടെ. സൺസ്ക്രീൻ ഇടാം. മെയിനായിട്ടുള്ള പ്രശ്നം കുറച്ച് മഴ പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വേഗം എടുക്കാമെന്ന് വിചാരിച്ചു. അനിയനില്ല. അപ്പോൾ ഒന്ന് സ്നേഹേനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവളെ വീട്ടിൽ പോയിട്ട് അവളെ വിളിച്ചു. ലോട്ടഷത്തിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്തത്. അത് കഴിയാനായി. ഇത് വാങ്ങിക്കണം. മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഹെയറാണ് മെയിൻ പ്രശ്നം. സംഭവം ഞാൻ പിന്നെ ഓയിലിട്ടിട്ടുണ്ടായിന്. ഓയിലിട്ട് പിന്നെ ഒരു കേളി പോലെ അല്ലാണ്ട് അത് മാറുന്നില്ല ഹെയർ. നോക്കട്ടെ റെഡിയാവുമോ നോക്കട്ടെ. പൗഡർ
പൗഡർ വേറെ ഒന്നും നമ്മ ഫേസിൽ ഇടാറില്ല. ലിപ്സ്റ്റിക് ഹെയർ നമുക്ക് പോണി കിട്ടും, വേറൊന്നും നടക്കൂല. ഓയിൽ ഞാൻ ഷാമ്പു ഇട്ട് കളഞ്ഞായിരുന്നു, പക്ഷെ എന്നാലും ഇങ്ങനെ തന്നെ. ഞങ്ങൾ നേരെ വീടെടുക്കാൻ പോയി. വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള വീട്ടിലാണ് കേട്ടോ വീടെടുക്കാൻ പോയത്. അപ്പം ഏകദേശം പെട്ടെന്ന് എടുത്തിനി, അധികം ടേക്കെല്ലാം പോയിട്ടൊന്നുമില്ലെന്ന് തോന്നുന്നു. ഗൈസ് വീഡിയോ എടുത്തു. വേണം എൻ്റെ കോലം നോക്കിയിട്ട് ഇതാ ഇവളുണ്ടപ്പുറം. പിന്നെ ഒരു ഉച്ചയെല്ലാകുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും വന്നു. ഒരു ഡാൻസിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു സെമി ക്ലാസിക്കലിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായി 3 പേരും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോ എടുക്കാൻ വേണ്ടി റെഡി ആവുന്നതിന് മുന്നേ വീട്ടിൽ നിന്ന് തന്നെ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ എന്തായാലും ടേക്ക് എടുക്കണം. അപ്പൊ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ആക്കിയിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. നോക്കണായിട്ടാ. അപ്പൊ അടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മ ഇങ്ങനെ പ്രാക്ടീസ് എല്ലാം ചെയ്തിട്ടതാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ വരെ പരിചയപ്പെടുത്തരാം. ഇങ്ങോട്ട് വാ, നമ്മളെ പൂജൂസ്. ഹായ് പറ. നന്ദു. നന്ദുവിനെ ഇങ്ങനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങക്ക് ഫാൻസ് എല്ലാം ഉണ്ട്. നന്ദുവിന്റെ ഫാൻസ് ഈ വീഡിയോയിൽ കമന്റ് ചെയ്യണേ ഗൈസ്. നമ്മ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാ പോകുന്നു. സ്പീക്കറെല്ലാം ഉണ്ട്. അമ്മേ കുറച്ചും കൂടെ നഞ്ഞാല് കൊഴപ്പില്ല, വേറെ കളറാവുന്നില്ല സാരി. സാരി എടുത്ത് റെഡിയാവാൻ ഏകദേശം 2 മണിക്കൂറായിട്ട് നമ്മ ടൈം എടുത്തിന്. അതിനായിട്ട് എടുത്തതിന് ഒരു കാര്യം ഉണ്ടായിരുന്നു, കാരണം നല്ല മഴ. കുറേ സമയം വെയിറ്റ് ആക്കി നിന്നോ മഴ മാറുമോ നോക്കിയിട്ട്, പക്ഷെ നടക്കുന്നില്ല. എന്നാൽ പിന്നെ മഴയെ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. വീഡിയോ എടുക്കുന്നത് 5 വന്ന്. ഈ വീട്ടിലേക്ക് നമ്മൾ കയറിയത് മതിൽ ചാടിയിട്ടാണ്, കാരണം ഈ വീട്ടിൽ ആളില്ല, ഗേറ്റ് എല്ലാം പൂട്ടിയിട്ട് പോയിട്ടല്ലോ. അപ്പൊ ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മതിൽ ചാടുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മഴ തന്നെ വീഡിയോ എടുത്തു, കാരണം വേറെ ഓപ്ഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ വീട്ടിലുള്ള ആൾക്കാർ എവിടെയോ പോയിട്ടല്ല, അപ്പം മതിൽ ചാടിയിട്ടൊക്കെയാണ് ഇതിട്ട് കയറിയത്. അത്രയും റിസ്ക് എടുത്തിട്ടില്ലേ, അപ്പോൾ 2 വീഡിയോസ് എടുക്കാന്ന് വെച്ചു. അങ്ങനെ 2 വീഡിയോസ് എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഗൈസ് തിരിച്ച് വീട്ടിലെത്തി. നന്നാട് കുളിച്ച് ഫുഡ് കഴിച്ചു, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ലോണം ടയർഡായിരുന്നു ഇന്ന് പോയിട്ട്. പിന്നെന്താ വീഡിയോ എല്ലാം എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഓരോ മഴക്കും നമ്മൾ കയറി നിൽക്കുന്നുണ്ട്. മഴ എന്ന് വെച്ചാൽ നല്ല മഴ. മഴയത്താന്ന് വീഡിയോ എടുത്തിന്. വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിൽ പോയി കാണണം. പിന്നെന്താ പിന്നെ വീട്ടിൽ എത്തിയിട്ട് ബാക്കി വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു, കാരണം ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങൾ അതും നടന്നില്ല. കാരണം വീഡിയോ എഡിറ്റ് ആക്കേണ്ടതുകൊണ്ട് പിന്നെ ചാർജ് വേണമല്ലോ ഫോണിൽ. അപ്പം ചാർജിനിട്ടിട്ടുണ്ടായിരുന്നു ഫോൺ, അങ്ങനെ അതും ഫ്ലോപ്പായി. പിന്നെ ഇപ്പം ഫോൺ എടുത്തിട്ടിതാ ഇങ്ങനെ ഇരിക്കുന്നു. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ഇനി വീഡിയോ എഡിറ്റ് ആക്കിയിട്ട് പോയി കിടക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.